അമ്പരപ്പ് നിറഞ്ഞ കുഞ്ഞു കണ്ണുകളിൽ പ്രതിഫലിച്ച ആ വലിയ കെട്ടിടം ചൂണ്ടിക്കാട്ടി കൂട്ടത്തിലെ മുതിർന്നവൾ പറഞ്ഞു, ഇതാണ് സ്കൂള്. കാടിറങ്ങി വന്നവരുടെ കൗതുകം നിമിഷ നേരം കൊണ്ട് പരിഭ്രമത്തിന് വഴിമാറിയെങ്കിലും വിദ്യാലയ കെട്ടിടം വാത്സല്യത്തോടെ അവർക്കായി വാതിൽ തുറന്നു. അമ്മയെപ്പോലൊരു അധ്യാപിക കുരുന്നുകളെ ചേർത്ത് പിടിച്ച് അക്ഷരലോകത്തേക്ക് ആനയിച്ചു. തൃശൂർ മലക്കപ്പാറ ഗവൺമെന്റ് UP സ്കൂൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രവേശനോത്സവത്തിനായിരുന്നു. പുത്തനുടുപ്പോ ബാഗുകളോ പാദരക്ഷകളോ പോലുമില്ലാതെ സ്കൂളിൽ ചേരാൻ കാടുതാണ്ടിയെത്തിയത് 5 കുട്ടികളായിരുന്നു. രക്ഷിതാവിന്റെ വലിയ ഉത്തരവാദിത്വം കൂടി ചുമലിലേറ്റിയ ആ സംഘത്തിലെ ഏറ്റവും മുതിർന്നയാളുടെ പ്രായം വെറും 7 വയസ്സ്. അരിക്കാപ്പ് ആദിവാസി ഊരിലെ ദിലീപ് സുനിത ദമ്പതികളുടെ മകളായ സുധയാണ് തൻ്റെ ബന്ധുക്കളായ നിമില, അജിത്ത്, പവിത്ര, വാവുത്രൻ എന്നിവരെയും കൂട്ടി സ്കൂളിൽ എത്തിയത്. രക്ഷിതാക്കൾ കൂടെയില്ലാതെ വഴി ചോദിച്ചറിഞ്ഞെത്തിയ കുരുന്നുകളെ കണ്ട് അധ്യാപകരും ജീവനക്കാരും ഒരുപോലെ അമ്പരന്നു. അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോയതാണെന്നും തങ്ങൾ പഠിക്കാൻ വന്നതാണെന്നുമായിരുന്നു കുട്ടികളുടെ ലളിതമായ മറുപടി. തനിച്ച് പറഞ്ഞുവിടാൻ മടിച്ച അമ്മയോട് പലവട്ടം കെഞ്ചി ചോദിച്ചാണ് സ്കൂളിൽ പോകാൻ അനുവാദം വാങ്ങിയതെന്ന് സുധ പറഞ്ഞു. ഗോത്രഭാഷ മാത്രം സംസാരിക്കാൻ അറിയാവുന്ന കുട്ടികളുടെ വാക്കുകൾ അധ്യാപകർക്കായി പരിഭാഷപ്പെടുത്തിയതും ഈ 7 വയസ്സുകാരിയായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ 3.5 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാണ് 10 മണിയോടെ വിദ്യാലയത്തിലെത്തിയത്. പുലിയിറങ്ങുന്ന വന്യമൃഗങ്ങൾ മേയുന്ന തോട്ടത്തിലൂടെയാണ് ഈ 5 അംഗ സംഘം പ്രധാന റോഡിലേക്ക് കടന്നത്. സ്കൂൾ എവിടെയാണെന്ന് പോലും അറിയാതെ വലഞ്ഞ കുട്ടികളെ വഴിയിൽ വെച്ച് കണ്ട ഒരു തോട്ടം തൊഴിലാളിയാണ് സ്കൂളിലെത്താൻ സഹായിച്ചത്. മുൻപ് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മാരങ്കോടേക്ക് പുനരധിവസിപ്പിച്ച കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവർ. എന്നാൽ പുതിയ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിക്കാതെ രക്ഷിതാക്കൾ മലക്കപ്പാറ വനത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുകയായിരുന്നു. ഇതോടെ 1ാം ക്ലാസ് പൂർത്തിയാക്കിയ സുധയുടെയും നിമിലയുടെയും പഠനം മുടങ്ങി. ബാക്കി 3 പേർക്ക് ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ചേരാനുള്ള പ്രായവുമായി. കുട്ടികളെ കണ്ടയുടനെ പ്രധാന അധ്യാപിക ബ്യൂല എലിസബത്ത് 5 പേരെയും ചേർത്തുപിടിച്ച് സ്വീകരിച്ചു. ക്ലാസ്സിലെത്തിയ ആദ്യ ദിവസം തന്നെ അവർക്ക് പുസ്തകങ്ങളും ബാഗും അധ്യാപകർ സമ്മാനമായി നൽകി. സുധയും കൂട്ടുകാരി നിമിലയും 2ാം ക്ലാസ്സിലേക്കും മറ്റു 3 കുഞ്ഞുങ്ങൾ 1ാം ക്ലാസ്സിലേക്കുമാണ് പ്രവേശനം നേടിയത്. അധ്യാപകരുമായും മറ്റു കുട്ടികളുമായും വേഗത്തിലിണങ്ങിയ ഇവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ സ്കൂളിലെത്താൻ അധികൃതർ വാഹന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 5 മക്കള് സ്കൂൾ അന്വേഷിച്ച് ഇവിടെ എത്തുമ്പോൾ ശരിക്കും നമുക്ക് കരച്ചിലും വിഷമവും സന്തോഷവും എന്തൊക്കെയോ ഒരു ഫീലിംഗ് വന്നു പോയി. അപ്പോൾ പിന്നെ കുട്ടികളെ റിസീവ് ചെയ്ത് ക്ലാസ് റൂമിൽ ഇരുത്തി പിന്നെ ക്ലാപ്പൊക്കെ ചെയ്ത് പിന്നെ അപ്പം തന്നെ ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെ കൊണ്ട് സ്വീറ്റൊക്കെ മേടിപ്പിച്ച് പിള്ളേർക്ക് റിസീവിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ശരിക്കും മറ്റേ ഒരു 2nd പ്രവേശനോത്സവം തന്നെ നടത്താൻ കഴിഞ്ഞു കുട്ടികൾക്ക് വേണ്ടി. സങ്കടം തോന്നി. കാരണം നമ്മളുടെ നാട്ടിലൊക്കെ കുട്ടികളെ ഒരുക്കി ബൈ ടാറ്റ ഒക്കെ കൊടുത്ത് നമ്മൾ വിടുന്ന അവസരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ തന്നെ വന്നിട്ട് ഞാൻ 2ാം ക്ലാസ്സിൽ, ഇവളും 2ാം ക്ലാസ്, ഈ 3 പേരും 1ാം ക്ലാസ്സിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്ന അവർ തന്നെ എന്നിട്ട് പറഞ്ഞ് അഡ്മിഷൻ എടുത്തു. ഒക്കെ ഭയങ്കര ഒരു വിഷമമുള്ള സങ്കടമായിട്ടുള്ള ഒരു സാധനമായിരുന്നു. മുതിർന്നവരുടെ കൈപിടിച്ച് സ്കൂളിന്റെ പടി കാണേണ്ട പ്രായത്തിൽ പറഞ്ഞുകേട്ട അറിവുമായി വിദ്യാലയം തേടിയെത്തിയ ആ 5 വിദ്യാർത്ഥികളെയും ഒടുവിൽ അക്ഷരമുറ്റത്തേക്ക് ആനയിച്ചുകൊണ്ട് അധികൃതർ പ്രവേശന നടപടികൾ പൂർത്തിയാക്കി. ഇനി അവരുടെ അറിവിനായുള്ള സ്വപ്നങ്ങൾക്ക് വിദ്യാലയത്തിന്റെ കരുതലിൽ ചിറകുമുളയ്ക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.